ജിയോജിബ്രയിലെ ബട്ടണുകളുടെ ഉപയോഗത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ ഒരു ഫയൽ നമുക്ക് ശ്രദ്ധിക്കാം. ഈ ഫയലിൽ നമുക്ക് നമ്പർ ഓഫ് വെർട്ടിസസ് കൊടുക്കുമ്പോൾ അനുസരിച്ചുള്ള പോളിഗൺ ഇവിടെ തയ്യാറായി വരും. അപ്പോൾ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊന്ന് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏരിയ കിട്ടും, സർക്കംഫറൻസും കിട്ടും. അപ്പോൾ ഇതിന് പകരം നമുക്ക് ബട്ടൺ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഈ ഏരിയ എന്ന് വരുന്നതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ പക്ഷേ ഇവിടെ ഒരു കാര്യം, ആദ്യം നമ്മൾ ഈ ചെക്ക് ബോക്സുകൾ തയ്യാറാക്കിയിട്ട് വേണം ബട്ടൺ നിർമ്മിക്കാനായിട്ട്. അപ്പോൾ ഇതിന് പകരം ഞാനൊരു ബട്ടൺ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അതിനെ ഞാനൊരു ബട്ടൺ കൊണ്ടുവന്ന് ഇവിടുന്ന് ഇവിടോട്ട് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ബട്ടൻ്റെ പേര് ഞാൻ ഏരിയ എന്ന് കൊടുത്തു. ഇനി നമ്മൾ അതിനുള്ള ആ ബട്ടൺ എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നുള്ളതിൻ്റെ ഒരു നിർദ്ദേശമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ഈ ടിക്ക് മാർക്ക് മാറ്റുമ്പോൾ ഇവിടെ ഏതെങ്കിലും മാറ്റം വരുന്നതെന്ന് ശ്രദ്ധിക്കാം. ഞാൻ ടിക്ക് മാർക്ക് മാറ്റി. അപ്പോൾ ഈ എ ഇവിടെ സ്ലൈഡർ ബി ആണ്, ശ്രദ്ധിച്ചോണം. ഇവിടെ എ എന്നുള്ളത് ഫോൾസായി മാറി. ഇവിടെ ടിക്ക് മാർക്ക് വരുമ്പോൾ എ എന്നുള്ളത് ട്രൂ ആയി. ടിക്ക് മാർക്ക് മാറ്റുമ്പോൾ എ എന്നത് ഫോൾസായി. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി ബട്ടൺ കൊണ്ടുവരാം. ബട്ടൺ കൊണ്ടുവന്നു, ഇവിടോട്ട് ക്ലിക്ക് ചെയ്തു, ഏരിയ എന്ന് കൊടുത്തു. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ബട്ടണാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഏരിയ എന്നുള്ള പേര് കൊടുത്തത്. ഇനിയും നമ്മളിവിടെ കൊടുക്കേണ്ട നിർദ്ദേശം എ ഈക്വൽസ്, അതായത് ഇത് തന്നെ എ ഈക്വൽസ് ട്രൂ എന്ന് കൊടുക്കാം. ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഏരിയ എന്ന് ക്ലിക്ക് ചെയ്തു, ഞാനത് ഓഫ് ചെയ്തു. ഇനി ഇവിടെ ഏരിയയിൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ബട്ടണിൽ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തില്ല, അപ്പോൾ ഇവിടെ മാത്രമേ ക്ലിക്ക് ചെയ്തുള്ളൂ. ക്ലിക്ക് ചെയ്തപ്പോൾ ഏരിയ കിട്ടി. അപ്പോൾ ഇത് നമുക്ക് ഇനിയും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒഴിവാക്കാം. അപ്പോൾ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഷോ ഒബ്ജക്റ്റ് കളഞ്ഞാൽ മാറിപ്പോയി. ഇനി നമുക്ക് ഇതിനെ അങ്ങോട്ട് മൂവ് ടൂൾ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. മൂവ് ടൂൾ ഫിക്സ് ആയതുകൊണ്ടാണ് മാറാത്തത്. ഫിക്സ് ഒബ്ജക്റ്റ് മാറ്റി ഇതിനെ ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇവിടെയും അത് തന്നെ നമുക്ക് നടത്താൻ സാധിക്കും. സർക്കംഫറൻസിനെ നമുക്ക് ഈ സി എന്ന വാല്യൂ മാറ്റിയിട്ട് ഇതാക്കുക. ബട്ടൺ ഇതിന് പകരം ഒരു ബട്ടൺ ഇൻസേർട്ട് ചെയ്തിട്ട് സിയെ നമ്മൾ ട്രൂ ആക്കി കൊടുക്കുക. സി ഈക്വൽസ് ട്രൂ എന്നുള്ള ആ നിർദ്ദേശം കൊടുക്കുക. ഇപ്പോൾ സർക്കംഫറൻസിൻ്റെ ആ ബട്ടണും ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊന്ന് ഒഴിവാക്കണമെങ്കിൽ ഞാനിപ്പം ഇത് സംഭവിച്ചു, ഇത് ചെക്ക് ബോക്സ് എടുത്ത് കളഞ്ഞുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒഴിവാക്കാനായിട്ട് പറ്റുന്നില്ല, ഈ വന്ന വാല്യൂ. അപ്പോൾ നമുക്ക് അതങ്ങനെ ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ഇതെല്ലാം കൂടി ഈ വാല്യൂസ് ഒന്ന് റീസെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. ഇതെല്ലാം ആദ്യത്തെ ഒരു ഗുണം കണ്ടുപിടിച്ച് കഴിഞ്ഞ് ഇത് റീസെറ്റ് ചെയ്യാനുള്ളൊരു ബട്ടണൂടെ കൊടുക്കാം. അതിന് നമുക്ക് ഇവിടുന്ന് ഒരു ബട്ടണൂടെ നമുക്ക് എടുക്കാം. ബട്ടൺ എടുത്തു. ഇപ്പോൾ ഇവിടോട്ട് നമുക്ക് കൊടുക്കാം. അതിൻ്റെ പേര് റീസെറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എ ഈക്വൽ ടു ട്രൂ എന്ന് കൊടുത്തപ്പോഴാണ് അവിടെ ആ വാല്യൂ വന്നത്. അപ്പോൾ നമുക്കത് മാറ്റിയിട്ട് എ ഈക്വൽസ് ഫോൾസ് എന്ന് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ റീസെറ്റ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എ ഈക്വൽ ടു ഫോൾസ് കൊടുക്കുക. ഇനി അടുത്തത് സി ഈക്വൽ ടു ട്രൂ കൊടുത്തപ്പോഴാണ് നമ്മൾ സർക്കംഫറൻസ് വന്നത്. അപ്പോൾ അത് നമുക്ക് മാറ്റാനായിട്ട് സി ഈക്വൽസ് ഫോൾസ് കൊടുക്കാം. പിന്നെ ഒരു കാര്യം കൂടെ നമുക്കിവിടെ ചെയ്യാം.
ഇവിടെ ഈ വാല്യൂ, അതായത് സ്ലൈഡറിൻ്റെ വാല്യൂ നമുക്ക് ഒരു വാല്യൂ കൊടുക്കാം, ഇനിഷ്യൽ വാല്യൂ കൊടുക്കാം. ഇപ്പോൾ എവിടെയെങ്കിലും 10 ഒക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇത് തുടങ്ങുമ്പോൾ വേറെ എവിടെയെങ്കിലും ഒരു വാല്യൂവിൽ നിൽക്കണം, അല്ലെങ്കിൽ 3 ഒന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ b = 3 എന്ന് കൊടുക്കാം. അപ്പോൾ ഓക്കെ അടിക്കാം. അപ്പോൾ റീസെറ്റ് എന്നൊരു ബട്ടൺ അവിടെ വന്നിട്ടുണ്ട്. ഇനിയും മൂവ് ടൂൾ സെലക്ട് ചെയ്യുന്നു, റീസെറ്റ് കൊടുക്കാം. റീസെറ്റ് എടുത്തപ്പോൾ ഏരിയയും പോയി, സർക്കംഫറൻസും പോയി. ഇനിയും വേണം ഇതോടെ നമുക്ക് ഒഴിവാക്കാം. ഇതെങ്ങനെ ഒഴിവാക്കാം? ഇപ്പോഴും മിനിമം നമുക്ക് 3 കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുത്തു. ഇതിനെ നമുക്ക് 2 കൊടുക്കാം. 2 കൊടുക്കുമ്പോൾ എന്തുണ്ടാവത്തില്ല, നമ്മുടെ പോളിഗൺ ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ റീസെറ്റ് വാല്യൂവിനെ ഒന്നുകൂടെ നമുക്ക് റീസെറ്റ് ചെയ്യാം. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുന്നു, അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് എടുക്കുന്നു. ഓൺ ക്ലിക്കിലാണ്, ഓൺ അപ്ഡേറ്റ് അല്ല, ഓൺ ക്ലിക്കിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത കാര്യങ്ങളിവിടെ കാണും. ആ 3 എന്നുള്ളത് മാറ്റി 2 എന്ന് കൊടുക്കുന്നു. ഓക്കെ അടിക്കും. ഓക്കെ അടിക്കുന്നു. അത് സേവ് ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഓക്കെ അടിച്ചാൽ മതി. ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് റീസെറ്റ് ഒന്നുകൂടെ പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ പോളിഗണും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇനി ഇവിടുന്ന് വാല്യൂ മാറ്റി കൊടുത്താൽ മതിയാവും. അപ്പോൾ 5 എന്ന് കൊടുക്കുന്നു. 5ൻ്റെ പോളിഗൺ വന്നു. ഏരിയ കാണാൻ ഏരിയ ക്ലിക്ക് ചെയ്യുന്നു, സർക്കംഫറൻസ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം റീസെറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും ഈ സ്ലൈഡർ നമുക്ക് ഹൈഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ മാത്രമായി കൺട്രോൾ ഇതിൽ മാത്രമാവും. അത് നമുക്ക് കാണാനൊരു ഭംഗി, നമുക്ക് റിസോഴ്സായിട്ട് ഉപയോഗിക്കുമ്പോഴും വളരെ ഉപകാരപ്രദമായ കാര്യമാണ്.